ഇപ്പോൾ കിച്ചു വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ക്യാഷ് ഒന്നും തരാറില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നോക്കാറില്ല. അത് ആസ് എ ഫ്രണ്ട്, രേണുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധ നുണയാണ്. കാരണം രേണു ചേച്ചി പലപ്പോഴും കിച്ചുവിന് പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ 300 രൂപ 200 രൂപയൊന്നും അല്ല, അത്യാവശ്യം നല്ല എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ണോണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട വ്യക്തി, അപ്പോൾ എനിക്കത് പറയാം. കാരണം എനിക്ക് അതിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ഒന്നാമത് കിച്ചു എന്ന് പറയുന്നത് ചേച്ചി സ്വന്തം മോനല്ല. സുധീറിന്റെ മൂന്നാമത്തെ കല്യാണത്തിനുണ്ടായ കല്യാണമാണ് രേണു ചേച്ചിനെ. ഫസ്റ്റ് കല്യാണത്തിന്റെ അതിലത്തെ മോനല്ലേ കിച്ചു. അത് രണ്ടാമത്തെ കല്യാണം, പിന്നെ മൂന്നാമത്തെ കല്യാണത്തിലാണ് രേണു ഉണ്ടാവുന്നത്. അപ്പൊ എന്തോന്നൊക്കെ വിളിച്ചു പറയണേ? ഇത് വല്ല കഞ്ചാവ് വല്ല അടിച്ചിട്ട് വന്നിട്ടാണോ പറയണത്? മൂന്നാമത്തേലാണ് രേണു ഉണ്ടായത്, ആദ്യത്തെ മോനാണ് എന്നൊക്കെ പറയണേ. എന്തെങ്കിലും ആട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഈ ഇവരുടെ തമ്മിൽ വിഷയങ്ങളാണ് കുറേ നാളായിട്ട് സോഷ്യൽ മീഡിയ സ്ഥിരം ബ്ലോഗേഴ്സ്മാരുടെയൊക്കെ സ്ഥിരം വേട്ടമൃഗം എന്നുള്ളത് രേണുസുതി തന്നെയാണ്. രേണുസുതി കിച്ചു ഇപ്പോൾ ഇടയ്ക്കൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഇതിൽ ഇവരുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സുധിച്ചേട്ടൻ എന്ന മനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് ഇവർ ഇച്ചിരി മെച്ചമായി വന്നത്. ജീവിച്ചിരിക്കുമ്പോൾ സുധിച്ചേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ മരണശേഷം സുധിച്ചേട്ടൻ്റെ പേരിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഇവർ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണശേഷം അദ്ദേഹത്തിന് വീട്, രേണുസുതി സ്വന്തമായിട്ട് സുധിയിലെ എന്ന് പറഞ്ഞ വീട് പണിച്ചു. ഇപ്പം ഞാൻ രേണുസുതി അല്ലെങ്കിൽ കിച്ചു, ഈ രണ്ടുപേരെ ഞാനിങ്ങനെ പറയുന്നത്, കിച്ചുവിനെ ഈ താമരശ്ശേരി ചുരം പോലെ ഇങ്ങനെ ഇഴഞ്ഞ രീതിയിലൊക്കെ അവൻ സംസാരിക്കുന്നതും അവൻ്റെ ഒരു പ്രവൃത്തികളിൽ അപ്പം ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണ് യൂട്യൂബിൽ, അവൻ്റെ യൂട്യൂബ് ചാനൽ നല്ല വ്യൂസൊക്കെയുള്ള ചാനലാണ്. അത്യാവശ്യം കാറൊക്കെ മേടിച്ചു. അതുപോലെ തന്നെയാണ് രേണുസുതി. കണ്ടമാനം പ്രൊമോഷൻ എടുത്തിട്ട് ജാട. കാരണം ഇതിനു മുമ്പ് സുധിച്ചേട്ടനായിട്ടുള്ള ഒരു ഫാമിലി കൂടി വന്നൊരു ഇൻ്റർവ്യൂവിലൊക്കെ ആണെങ്കിൽ വളരെ സ്റ്റാർ മാജിക് വന്ന് വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്ന രേണു ചേച്ചീനാണ് പിന്നെ നമ്മൾ കണ്ടത്, രേണുസുതിനെയാണ് കണ്ടത്. പക്ഷേ ഇപ്പം അങ്ങ് വന്നപ്പോൾ ഭയങ്കര ജാടി. ഇപ്പം രേഷ്മ ബി തങ്കച്ചൻ എന്നൊക്കെ പേരൊക്കെ മാറ്റി വെച്ചപ്പോൾ സുധിച്ചേട്ടൻ്റെ പ്രൊഫൈലൊക്കെ മാറ്റി. പയ്യെ പൈസ കയറിയപ്പോൾ ഇച്ചിരി തലക്കനം കൂടിയിട്ടുണ്ട്. മോനാണെങ്കിൽ എന്താ പറയുക, ചത്തു ചതഞ്ഞു എന്ന രീതിയിലൊക്കെയാണ് പുള്ളി. ഒരു ഉന്മേഷക്കുറവൊക്കെ എപ്പോഴും കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്നിരുന്നാലും രണ്ടുപേരോടെ ഒന്നേ പറയാനുള്ളൂ, തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ പേരൊന്നും കളങ്കാക്കരുത്. ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരു കലാകാരനാണ്. അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആളുകൾ നിങ്ങൾക്ക് റീച്ചൊക്കെ കിട്ടുന്നത് തന്നെ. അപ്പം അതിനോടുള്ള ബഹുമാനം ഓർത്ത് നിങ്ങളെ ഈ പരസ്പരം പഴിയാറുക അല്ലെങ്കിൽ സ്വയം ഇങ്ങനെ നശിക്കുന്നത് നിർത്തുക. അത്രേ പറയാനുള്ളൂ. സ്വയം നശിക്കുന്നത് നിർത്തുക. പഴിയാറിനാണ് സ്വയം നശിക്കുന്നത്, ഇങ്ങനെ നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്കുകൾ. അഹങ്കാരമൊന്നും അധികം തലയ്ക്കെടുത്ത് വയ്ക്കാതിരിക്കുക, പ്രത്യേകിച്ച് രേണുസുതിയോട്.